നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ്. ഈ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഭൂമിയിൽ 4 മണ്ഡലങ്ങളുണ്ട്. പ്രധാനമായും ഭൂമിയെ 4 മണ്ഡലങ്ങളായി തരം തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു പിക്ചറിൽ നമുക്ക് ഭൂമിയുടെ ഉപരിഭാഗം, മുകൾ ഭാഗത്തെ എല്ലാ പ്രതിഭാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു നദി അല്ലെങ്കിൽ റിവറിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വന്ന ഇവിടെ ഒരു കംപ്ലീറ്റ് ഇവിടെ വാട്ടർ ആണ് അല്ലേ. അപ്പം ഈ ഒരു ഭാഗം ചിലപ്പോൾ സമുദ്രമായിരിക്കാം, കടലായിരിക്കാം, അതുപോലെ തന്നെ നദികൾ, കായലുകൾ ഇവയെല്ലാം ഉൾപ്പെടുന്ന ഭാഗത്തിന് നമ്മൾ ജലമണ്ഡലം അല്ലെങ്കിൽ ഹൈഡ്രോസ്ഫിയർ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ജലമണ്ഡലം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇവിടെ നമുക്ക് കുറേ മരങ്ങളും കുന്നും ഇതൊക്കെ കാണാം അല്ലേ. അപ്പം സസ്യജന്തുജാലങ്ങൾ ജീവിക്കുന്നതും ആവാസ വ്യവസ്ഥ കാണപ്പെടുന്നതുമായിട്ടുള്ള ഭാഗത്തെ നമ്മൾ പറയുന്നതാണ് ജൈവമണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ. ജൈവമണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ എന്ന് പറയുന്നു. ഈ മൂന്നാമത്തെ ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ. നമ്മൾ ഭൂമിയുടെ ഘടന പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ് എന്താണ് ലിത്തോസ്ഫിയർ എന്ന്. അപ്പം ഭൂമിയുടെ ഉപരിഭാഗത്ത് ശിലകളും ധാതുക്കളും കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഭൂവൽക്കം കാണപ്പെടുന്നുണ്ട്. അപ്പം ആ ഒരു ഭൂവൽക്കം കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ തൊട്ട് താഴത്തെ പാളിയായ മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഭാഗമാണ് ലിത്തോസ്ഫിയർ. ഇപ്പം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഭൂവൽക്കവും ഉപരിമാൻറ്റിലും ചേർന്ന് കാണപ്പെടുന്ന ശിലകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള പാളിയെയാണ് നമ്മൾ ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇപ്പം 3 ലെയറുകൾ അല്ലെങ്കിൽ 3 സ്പിയേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് നമുക്കിവിടെ ഓരോ ട്രാൻസ്പിറേഷൻ, ഇവാപ്രേഷൻ, കണ്ടൻസേഷൻ, പ്രിസിപ്പിറ്റേഷൻ. എന്താണത്? ഘനീകരണം നടക്കുന്നത്. ഇപ്പം ഇവിടുന്ന് ഈ ഒരു ജലമണ്ഡലത്തിൽ നിന്നും നീരാവിയായിട്ട് ജലകണികൾ മുകളിലേക്ക് ഉയർന്നു പോകുന്നു. മുകളിലെത്തി കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നു. അപ്പം ഈ ഒരു പ്രോസസ്സ് എല്ലാം നടക്കുന്നതും വാതകങ്ങൾ കാണപ്പെടുന്നതുമായിട്ടുള്ള ഈ ഒരു മണ്ഡലത്തെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പം ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു പുതപ്പ് പോലെ സംരക്ഷിച്ചുകൊണ്ട് വാതകങ്ങളുടെ മിശ്രിതം കാണപ്പെടുന്ന മണ്ഡലത്തെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങൾ. 1 ജലമണ്ഡലം അല്ലെങ്കിൽ ഹൈഡ്രോസ്ഫിയർ, 2 ജൈവമണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ, 3 ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ, 4 അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ. ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ബയോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ്. ഇപ്പൊ ഈ കാണുന്നല്ലേ ഉപരിതലം നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ കുറേ ഗ്യാസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ, കുറേ വാതകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാതകങ്ങളും അതുപോലെ തന്നെ പൊടികണങ്ങളും ജലബാഷ്പവും അടങ്ങുന്ന ഭൂമിയുടെ തൊട്ടു മുകളിൽ ഒരു സംരക്ഷണ കവചം പോലെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന വാതകങ്ങളുടെ ആവരണത്തെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്? ഇവിടെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഓഷ്യൻസ് അല്ലെങ്കിൽ സമുദ്രമുണ്ട്, അതുപോലെ തന്നെ ബിൽഡിങ്സ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് കാണുന്നുണ്ട്. അപ്പം ഇതുപോലെ നമ്മുടെ ഈ ഒരു ഉപരിതലത്തിൽ നിന്ന് തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ അന്തരീക്ഷം നിലനിൽക്കുന്നത്. അപ്പം അന്തരീക്ഷത്തിൽ പ്രധാനമായിട്ടുള്ളത് വാതകങ്ങളും പൊടികണങ്ങളും അതുപോലെ തന്നെ ജലബാഷ്പവുമാണ്. അപ്പം ഇവിടെ നടക്കുന്ന പ്രോസസ്സുകളുടെ ഫലമായിട്ടാണ് ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള വാതകങ്ങളും ഈ പൊടികണങ്ങളും അതുപോലെ തന്നെ ജലബാഷ്പവും കാണപ്പെടുന്നത്. നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉപരിതലത്തിൽ ചൂട് നിലനിർത്തുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. പിന്നെ സൂര്യനിൽ നിന്നും വരുന്ന അതിശക്തമായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നതും നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഭൂഗുരുത്വാകർഷണം കൊണ്ട് ഭൂമിക്ക് ചുറ്റും രൂപം കൊണ്ട വാതക ആവരണമാണ് അന്തരീക്ഷം. ഈ ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ വസ്തുക്കളും ഇതുപോലെ നിലനിൽക്കുന്നത്. അപ്പം ഈ ഒരു ഗുരുത്വാകർഷണ ബലം ഇല്ലായിരുന്നെങ്കിൽ
എല്ലാ വസ്തുക്കളും ഭൂമിയുടെ ഉപരിതലത്തിൽ നിലനിൽക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്പേസിലേക്കൊക്കെ പോകുന്ന സമയത്ത് പറന്ന് നടക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഉപരിതലത്തിൽ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അന്തരീക്ഷം അല്ലെങ്കിൽ ഈ ഒരു വാതക ആവരണം ഭൂമിയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത്. ഗുരുത്വാകർഷണ ബലമാണ് അന്തരീക്ഷത്തെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത്. അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലബാഷ്പം എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് വാതകങ്ങൾ. ഒരുപാട് വാതകങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ പൊടികണങ്ങളും അതുപോലെ തന്നെ ജലബാഷ്പം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ. ഇത്രയും കാര്യങ്ങളാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് നമുക്ക് കാണാനോ കേൾക്കാനോ ഒന്നും പറ്റാത്ത ഒന്നാണ്. അപ്പൊ എങ്ങനെയാണ് അന്തരീക്ഷത്തിന്റെ സ്വാധീനം നമുക്ക് മനസ്സിലാകുന്നത്? കാറ്റ് വരുമ്പോൾ അല്ലെ, കാറ്റൊക്കെ അടിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അന്തരീക്ഷം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഈ ഒരു അന്തരീക്ഷത്തിലെ പ്രധാന ഘടക വസ്തുക്കളാണ്: ഒന്ന് വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസസ്, രണ്ട് പൊടികണങ്ങൾ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, മൂന്ന് ജലബാഷ്പം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ. ഭൗമോപരിതലത്തിൽ നിന്നും 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സ്വാധീനമുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഭൗമോപരിതലത്തിൽ നിന്നും 10,000-ഓളം കിലോമീറ്റർ മുകളിലേക്ക് വരെയാണ് ഈ ഒരു അന്തരീക്ഷം കാണപ്പെടുന്നത്. അതിനുശേഷം ഇങ്ങനെ ഓരോ ലെയർ കഴിഞ്ഞു അല്ലെങ്കിൽ മുകളിലേക്ക് പോകും തോറും നമ്മുടെ വാതകങ്ങളുടെ കോമ്പോസിഷൻ അല്ലെങ്കിൽ വാതകങ്ങളും പൊടികണങ്ങളെല്ലാം കാണപ്പെടുന്നതിൻ്റെ അളവിൽ കുറവ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. അപ്പം ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അല്ലെങ്കിൽ മുകളിലേക്ക് പോകും തോറും ഈ ഒരു അന്തരീക്ഷ വായു എല്ലാം കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഒരു 29 കിലോമീറ്റർ വരെയാണ് നമ്മുടെ അന്തരീക്ഷ വായുവിൻ്റെ 97% കാണപ്പെടുന്നത്. അതിൻ്റെ മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ വായുവിൻ്റെ അളവിൽ കുറവ് സംഭവിക്കുന്നു. അപ്പൊ അന്തരീക്ഷത്തിലെ ഘടക വസ്തുക്കൾ അല്ലെങ്കിൽ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടക വസ്തുക്കൾ ഏതൊക്കെയാണ്? അപ്പൊ പ്രധാനമായിട്ടുള്ളത് വാതകങ്ങളാണ്. വാതകങ്ങളുടെ ഒരു മിശ്രിതമാണ് ശരിക്കും അന്തരീക്ഷം എന്ന് പറയുന്നത്. വാതകങ്ങൾ മാത്രമല്ല അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്, ജലബാഷ്പം, പൊടിപടലങ്ങൾ. അപ്പം വാതകം, ജലബാഷ്പം, പൊടിപടലങ്ങൾ ഇത്രയുമാണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. അപ്പം വാതകം എന്ന് പറയുന്നത് ഗ്യാസസ് ആണ്. അതുപോലെ ജലബാഷ്പം, വാട്ടർ വേപ്പർ, പൊടിപടലങ്ങൾ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഈ ഒരു പൈ ഡയഗ്രാമിൽ നമുക്ക് അന്തരീക്ഷത്തിൽ ഏതൊക്കെ വാതകങ്ങളാണ് കാണപ്പെടുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ട് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നൈട്രജൻ ആണ് അല്ലേ. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. 78% ഇവിടെ നൈട്രജൻ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കാണപ്പെടുന്നതാണ് ഓക്സിജൻ. 21% ഓക്സിജൻ കാണപ്പെടുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 0.04 ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ ബാക്കി വരുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ബാക്കി കാണപ്പെടുന്ന നമ്മുടെ വാതകങ്ങളാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. 78% ആണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ രണ്ടാമതായി കാണപ്പെടുന്ന വാതകമാണ് ഓക്സിജൻ. 21% ആണ്. ബാക്കി വാതകങ്ങളെല്ലാം ചെറിയ പെർസെൻറ്റേജ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പം ഏതൊക്കെ വാതകങ്ങളാണ് കാണപ്പെടുന്നത്, എത്ര ശതമാനമാണ് വാതകങ്ങൾ കാണപ്പെടുന്നതെന്ന് നോക്കാം. ഗ്യാസസ് അല്ലെങ്കിൽ വാതകങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? നൈട്രജൻ ആണ്. 78.08% ആണ്. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ആ ഒരു പെർസെൻറ്റേജ് എത്രയാണെന്ന് പോയിന്റ് വെച്ച് പഠിച്ചു വെക്കുക. അപ്പം നൈട്രജൻ 78.08% ആണ്. രണ്ടാമതായിട്ട് കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ എത്രയാണ്? 20.95% ആണ്. മറ്റേ പൈ ഡയഗ്രാമിൽ നമ്മൾ
റൗണ്ട് ചെയ്തിട്ട് 21 എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് കറക്റ്റ് എത്രയാണോ ആ ഒരു പെർസെൻറ്റേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആർഗൺ ആണ് അടുത്തത്. 0.93% ആണ് ആർഗൺ കാണപ്പെടുന്നത്. 0.93% ആണ്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 0.037% ആണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കാണുന്നത്. പിന്നെ വരുന്നത് ഓസോൺ ആണ്. 0.01% ആണ്. അപ്പം ഇത് മാത്രമല്ല, ഇതല്ലാണ്ടും ചെറിയ പെർസെൻറ്റേജിൽ നിയോൺ ഇങ്ങനെയുള്ള വാതകങ്ങളെല്ലാം കാണപ്പെടുന്നുണ്ട്. അപ്പം അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വാതകങ്ങളാണ് കാണപ്പെടുന്നത്. നൈട്രജനും ഓക്സിജനുമാണ് അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട 2 വാതകങ്ങളാണ് നൈട്രജനും ഓക്സിജനും. എന്നാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. രണ്ടാമതായി കാണപ്പെടുന്നതാണ് ഓക്സിജൻ. അപ്പം ഈ 2 വാതകങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ബാക്കി വാതകങ്ങളെല്ലാം ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വാതകങ്ങളാണ് നൈട്രജനും ഓക്സിജനും. ഇനി ശ്വസന പ്രക്രിയയ്ക്കായി മനുഷ്യനും മറ്റു ജന്തുജാലങ്ങളും ഉപയോഗിക്കുന്ന വാതകം. നമ്മുടെ ശ്വസന പ്രക്രിയയ്ക്കായിട്ട് മനുഷ്യനും ബാക്കി കാണപ്പെടുന്ന ഉപരിതലത്തിൽ കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളെല്ലാം ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് ശ്വസന പ്രക്രിയയ്ക്കായി മനുഷ്യനും സസ്യജന്തുജാലങ്ങളും ഉപയോഗിക്കുന്നത്. അടുത്തത് സസ്യ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്ന വാതകം. സസ്യവളർച്ചയ്ക്കായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്. നൈട്രജൻ ആണ് സസ്യവളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന വാതകം.